ഗൈസ്, ഇന്നത്തെ ഒരു ഇൻട്രോ നമ്മൾ എന്നെ കാണിക്കുന്നതിന് പകരം നമ്മൾ വേറൊരു ഷോറൂമാണ് കാണിക്കുന്നത്. നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ തന്നെ കൊല്ലം ബ്രാഞ്ചിൽ വരുന്ന ഷോറൂമാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുവന്നിരിക്കുന്നത്. ഫോക്കസ് മോട്ടോഴ്സ് പ്രീ ഓൺഡ് കാർസ്. ഏകദേശം 12 വർഷത്തെ ഹാപ്പി ഡ്രൈവ് ചാനൽ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കാണാം. ഇവിടെ ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ കംപ്ലീറ്റ് റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ ഉടനെ വരുന്നതാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ അറിയാലോ, ഔഡിന്റെ A6 വണ്ടിയാണ്. ഒരുപാട് പ്രീമിയം വെഹിക്കിളും അതുപോലെ തന്നെ നോർമൽ വെഹിക്കിളും ഉള്ള ഒരു ഷോറൂം തന്നെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത് കൊല്ലം ബ്രാഞ്ചിൽ വരുന്നത് കേട്ടോ. ഇവിടെ മോഡിഫൈ ചെയ്ത പോളോ ഉണ്ട്, ഓഡി A6 ഉണ്ട്, BM ഉണ്ട്, അതുപോലെ തന്നെ ഉള്ളിൽ GL ഉണ്ട്, കോമ്പസ് ഉണ്ട്. ഇതിന്റെ ഒക്കെ എല്ലാത്തിന്റെ റിവ്യൂ നമ്മുടെ ചാനലിൽ ഉടനെ വരുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാം. സോ ഇന്ന് നമ്മൾ റിവ്യൂന്ന് കൊടുക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഔഡി A6 ആണ്. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു കൊല്ലമാണ് കേട്ടോ. നമ്മൾ ലൊക്കേഷൻ വരുന്നത് അതായത് നമ്മളെ പാണ്ടിക്കാടിലെ ഫോക്കസ് മോട്ടോഴ്സിലല്ല ഇപ്പൊ നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ കൊല്ലം ഫോക്കസ് മോട്ടോഴ്സിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഹൈവേന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു റോഡിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇതിന്റെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡീസൽ എഞ്ചിനിൽ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇപ്പോൾ TSI പെട്രോൾ എഞ്ചിൻസ് മാത്രമേ ഇറക്കുന്നുള്ളൂ. നമ്മൾ ഏതായാലും കുറച്ചും കൂടെ പ്രീമിയം, നമ്മൾ ഈ ക്ലാസ്സിനായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഔഡി ആണിപ്പോൾ നമ്മൾ കൊണ്ടുവന്നത്. ഫ്രണ്ട് സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നത് ഒരു ഓഡിന്റെ വലിയൊരു ഗില്ലും കാര്യങ്ങളാണ്. സ്ലാറ്റുകളായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. സെൻട്രൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിന്റെ ലോഗും കാര്യങ്ങളൊക്കെ കാണാം. ഒരു ചെറിയ ക്രോം ട്രീറ്റ്മെന്റിലാണ് കൊടുക്കുന്നത്. ചെറിയൊരു സൈഡായിട്ട് എന്ത് കൊടുക്കുന്നത്, ക്രോം ട്രീറ്റ്മെന്റും കാര്യങ്ങളും കൊടുക്കുന്നത്. പിന്നെ ഹെഡ്ലൈറ്റിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് വരുന്ന പ്രൊജക്ടർ ലാമ്പാണ്. അതുപോലെ തന്നെ ചെറിയൊരു ഹാലോജന്റെ കാര്യങ്ങൾ ഉള്ളിൽ കാണാം. ഇത് ഇൻഡിക്കേറ്റർ വരുന്നതാണ്. പിന്നെ ഇതാണ് ഇതിന്റെ ഒരു ഡേറ്റ റണ്ണിംഗ് ലാമ്പും കാര്യങ്ങളും വരുന്നത് കേട്ടോ. ഹെഡ്ലൈറ്റ് വാഷിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് ലെങ്ത്തുള്ള ഒരു ഹുഡാണ് കേട്ടോ വെഹിക്കിൾ. ഓഡി A6 ആണ്, അറിയാലോ. അപ്പോൾ A4ന്റെയും മുകളിലാണ്, A8ന്റെ താഴെയാണ്. അപ്പൊ അത്യാവശ്യം നല്ല രീതിക്ക് ലെങ്ത്തുള്ള ഒരു ഹുഡും കാര്യങ്ങളൊക്കെയാണ്. വെഹിക്കിൾ അത്യാവശ്യം നല്ല രീതിക്ക് നീളുണ്ട്. ബോണറ്റിൽ പവർ ബൾജുകൾ എന്ന് പറയാനില്ല, പക്ഷെ ക്യാരക്ടർ ലൈനുകൾ നമുക്ക് രണ്ട് സൈഡിലായിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിക്ക് പ്രീമിയം ക്വാളിറ്റിയിലും അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തൊരു വെഹിക്കിളും കൂടെ. സൈഡ് പ്രൊഫൈൽ വരുമ്പോൾ ഏകദേശം 4.9 മീറ്റർ 4.9 മീറ്ററോളം ഈ ഒരു വെഹിക്കിൾ എന്ത് വരുന്നുണ്ട്, ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2.9 മീറ്ററാണ് ഈ വെഹിക്കിളിന്റെ വീൽ ബേസും കാര്യങ്ങളും വരുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ലെങ്ത്തുള്ള വെഹിക്കിളാണ്, അറിയാൻ പറ്റും. അപ്പോൾ അതിന്റെ ടയർ പ്രൊഫൈലിട്ട് പോകുന്നുണ്ടെങ്കിൽ ഏകദേശം 255 R17 ഇഞ്ചിന്റെ ടയർ ആൻഡ് അലോയാണ് കാര്യങ്ങളും കൊടുക്കുന്നത്. സൈഡിലോട്ട് പോകുമ്പോൾ ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് ബാക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ലൈൻസും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഈ ഒരു മിററിൽ എന്ത് കൊടുത്തിരിക്കുന്നത്, ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും. അതുപോലെ തന്നെ റിഫ്ലക്ടർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ റിഫ്ലക്ടർ അവിടെ കാണാനില്ല. പിന്നെ വേറെ ക്യാമറ യൂണിറ്റും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത്യാവശ്യം ബ്ലാക്ക് ഔട്ട് ചെയ്ത ഗ്ലാസ് ആണ്. സൈഡിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് ക്രോം എലമെന്റും കാര്യങ്ങളൊക്കെ പോകുന്നത് കാണാൻ പറ്റും. എയർ സസ്പെൻഷൻ ഉള്ളൊരു വെഹിക്കിളും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പ് ആൻഡ് ലോവർ ചെയ്യാൻ പറ്റും. ബാക്ക് പ്രൊഫൈലോട്ട് വരുമ്പോൾ ഔഡിൻ്റെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്ന ഒരു ലോഗോം അതുപോലെ തന്നെ A6 എന്നുള്ള ബാഡ്ജിങ്ങുമാണ്. പിന്നെ ലാമ്പ് അറിയാലോ, കുറച്ച് നല്ലൊരു LED ട്രിംസും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഉള്ളിലോട്ട് ഈ ഒരു നല്ലൊരു LED കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ടൈൽ ലാമ്പ് തന്നെയാണ്. ബൂട്ടിന്റെ ഈ ഒരു ഡോർ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒരു സ്പോയിലർ എന്ന രീതിയിൽ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഇതിന്റെ ഒരു താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ബമ്പർ യൂണിറ്റ് കാണാം. അതുപോലെ തന്നെ ഡുവൽ എക്സോസ്റ്റ് പൈപ്പും കാര്യങ്ങളൊക്കെ കാണാം. പാർക്കിംഗ് സെൻസർ ഉണ്ട്, ക്യാമറ വരുന്നില്ല. 530 ലിറ്ററിന്റെ ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കണ്ടില്ല, അത്യാവശ്യം നല്ല രീതിക്ക് ഉള്ളിലോട്ടുണ്ട്. ഹൈറ്റും തെറ്റില്ലാത്ത രീതിയിലുണ്ട്. അതാണ് ഇപ്പോൾ നമ്മുടെ വെഹിക്കിളിന്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ. പ്രീമിയം ക്വാളിറ്റി ഉണ്ട്. പിന്നെ ഏകദേശം 2012 മോഡലാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഷെയ്ഡ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണാം. എങ്കിൽ പോലും ആ ഒരു ഡോർ പാഡിലും ഈ ഒരു ഡാഷ്ബോർഡിലാണെന്നുണ്ടെങ്കിലും ഒരു ഫെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് ലെതർ ഉരുക്കുക അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല. മെമ്മറി ഫംഗ്ഷൻ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ 4 ഡോർ വിൻഡോ കൺട്രോൾസ് ആണ്. പിന്നെ ഈ ഭാഗത്ത് വരുന്നത് ഡിക്കി ഓപ്പൺ ചെയ്യാനുള്ള സംഭവം വരുന്നുണ്ട്. ബോട്ടിൽ ഹോൾഡർ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ വുഡൻ ട്രിംസ് ആണ് കൊടുത്തിരിക്കുന്നത്. അലുമിനിയം ഫിനിഷും ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ബീച്ച് കളർ, ബ്രൗൺ കളർ, വുഡൻ ട്രിംസ്, അലുമിനിയം ട്രിംസ്, അങ്ങനെ ഒരുപാട് ട്രിംസും കാര്യങ്ങളും കൊടുത്തിട്ട് നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് 4 സ്പോക്കിന്റെ സ്റ്റീരിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്രൂയിസ് കൺട്രോൾസും കാര്യങ്ങളും വരുന്നുണ്ട്. അത് റബ്ബർ തന്നെയാണ്. പിന്നെ കണ്ടില്ലേ, നല്ലൊരു ഭംഗി തന്നെയാണ് ഇതിന്റെ സ്റ്റിയറിംഗ് വീല്. ഡിജിറ്റലിന്റെ സ്ക്രീനും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തോട്ട് എന്ത് വരുന്നുണ്ട്, അനലോഗ് മീറ്ററും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളൊന്നും കൺട്രോൾ ചെയ്യാനില്ല. ഇവിടെ നമുക്ക് ഒരു പോപ്പപ്പ് ആയിട്ട് വരുന്ന ഒരു സ്ക്രീൻ തന്നെയാണ് കേട്ടോ വരുന്നത്. അതായത് ചെറിയ സ്ക്രീനാണ്. പോപ്പപ്പ് ആയിട്ട് നമുക്കറിയാലോ, ഓഡിയിൽ സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ് ആ പോപ്പപ്പിന്റെ സ്ക്രീനും കാര്യങ്ങളും. സെൻട്രൽ കൺസോളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു വുഡൻ ട്രിംസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ സ്ക്രീൻ കണ്ടു നമ്മളെ ഈ ഒരു സംഭവം കൺട്രോൾ ചെയ്യാനാണ് വരുന്നത്. വേറെ ഇവിടെ കണ്ടില്ല, നാവിഗേഷൻ, റേഡിയോ, മീഡിയ, കാർ,
മെനു അങ്ങനെ എല്ലാം ഇവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു ടച്ച് സ്ക്രീൻ അല്ല, സാധാരണ നോർമലായിട്ട് നമ്മളിവിടെ കൺട്രോൾ ചെയ്യണം. അതാണ് ഗിയർ ലിവറും കാര്യങ്ങളും വരുന്നത്. എസിൻ്റെ കൺട്രോൾസ് ആണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു ഹസാർ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ സീറ്റിലോട്ട് പോകുന്നുണ്ടെങ്കിൽ എല്ലാം ഒരു ഇലക്ട്രിക് ലൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ആണ് വരുന്നത്. എല്ലാം രണ്ട് സൈഡ് ഇലക്ട്രിക്കലാണ്. പക്ഷേ ആ ഭാഗത്തോട്ട് മെമ്മറി ഫംഗ്ഷൻ വരുന്നില്ല. നമുക്ക് ഡ്രൈവർ സൈഡ് മാത്രമേ മെമ്മറി ഫംഗ്ഷൻ വരുന്നുള്ളൂ. സൺറൂഫ് വരുന്നുണ്ട്. അറിയാലോ, ഭയങ്കര ചൂടാണ്. ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല. ബ്ലൈൻഡ് നമുക്ക് മാനുവലായിട്ടും അതുപോലെ തന്നെ ഇവിടെയാണ് ഇതിന്റെ കൺട്രോൾസ് വരുന്നുണ്ട്. ഇലക്ട്രിക് ലൈറ്റ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ആംറസ്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ചെറിയ ട്രേ സെറ്റപ്പ് ഉണ്ട്. അതിന്റെ അടിയിലും എന്ത് വരുന്നുണ്ട്, ഒരു സ്പേസ് വരുന്നുണ്ട്. അതിന്റെ മ്യൂസിക്കിന്റെ സംഭവമാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ 12 വോൾട്ടിന്റെ സോക്കറ്റ്, എയർ സസ്പെൻഷൻ വരുന്നതാണ്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആണ്. പിന്നെ വണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, വെഹിക്കിൾ ഓട്ടോമാറ്റിക്, അറിയാലോ, ഫ്യൂവലിന്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം ആണ് വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ഇലക്ട്രിക്കലായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയ സ്റ്റിയറിംഗ് വീലല്ല, നമുക്ക് മാനുവലായിട്ട് എന്ത് ചെയ്യണം, ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പി ചെയ്യണം. ഇലക്ട്രിക്കലി അല്ല വരുന്നത് കേട്ടോ. ബാക്ക് സൈഡിലോട്ട് ഫസ്റ്റ് തന്നെ ഇവിടെ ഒരു ഹൈലി ആയിട്ടുള്ള ഒരു ടണലും കാര്യങ്ങളും വരുന്നുണ്ട്. A6 ആണ്, അറിയാലോ. പിന്നെ ഇവിടെ നമുക്ക് 4 സോൺ ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. അവിടെ നമുക്ക് 2 പേർക്ക് കൺട്രോൾ ചെയ്യാം, ഇവിടെ 2 പേർക്ക് കൺട്രോൾ ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാം. ഡോർ സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പറയില്ല, ഒരുപാട് കളേഴ്സും ട്രിംസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ സൺബ്ലൈൻഡ് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സംഭവമാണ്. ചെറിയൊരു ആസ്ട്രോ സെറ്റപ്പ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് സ്ക്രീൻ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഫ്രണ്ട് വ്യൂ അത്യാവശ്യം നല്ല രീതിക്ക് ലോവർ ചെയ്തിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ റിക്ലൈനേഷൻ നല്ല പോസിബിൾ ആണ്. കുറച്ചുകൂടി ബക്കറ്റ് ആയിട്ട് ഉള്ളിലോട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, നല്ല പോസിബിൾ ആണ്. പിന്നെ നീ റൂം നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് നീ റൂം ഉണ്ട്. തൈ സപ്പോർട്ടും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തൈ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC വണ്ടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഇത് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ സൺബ്ലൈൻഡ്, പിന്നെ ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വിൻഡോ കൺട്രോൾസ് ആണ്. അല്ല, അത്യാവശ്യം നല്ലൊരു ലക്ഷറി ആസ്വദിച്ച് പോകാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. നമുക്ക് ലക്ഷറിയിലും അതുപോലെ തന്നെ ഒരുപോലെ ഡ്രൈവ് ചെയ്ത് പോകാനും പറ്റിയ ഒരു വെഹിക്കിളും കൂടെ തന്നെ. അങ്ങനെ നമ്മൾ Audi A6 ഡ്രൈവിനെടുത്തേക്കാണ്. ഈ ഒരു എഞ്ചിൻ ഏകദേശം 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 177 bhp അതുപോലെ തന്നെ 380 Nm ടോർക്കുമാണ് ഈ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ തന്നെ V6 എഞ്ചിന് വേറെയും വരുന്നുണ്ട്. കുറച്ചുകൂടി പവർ ആസ്വദിച്ച് പോകാൻ പറ്റുന്നവർക്ക്. ഓടിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ, അതായത് വണ്ടി എന്തിന് ഒരുപോലെ യാത്ര കംഫർട്ടും അതുപോലെ തന്നെ ഡ്രൈവിംഗ് കംഫർട്ടും പ്രൊവൈഡ് ചെയ്യുന്നൊരു ലക്ഷറി ലൈൻ സെഗ്മെൻ്റ് ആണ്. അത് തന്നെ A6 ആണ്. A8ൻ്റെ തൊട്ട് താഴെ നമ്മൾ ബെൻസിൽ E-ക്ലാസ് ഒക്കെ പറയുന്നത് പോലെ തന്നെ. പിന്നെ ഈ ഒരു നമ്മളിപ്പോൾ ഓടിക്കുന്നത് 8 സ്പീഡ് ട്രാൻസ്മിഷനാണ് വരുന്നത്. 0 to 100 വെറും 8.7 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, 0 to 100 എത്തിക്കാൻ പറ്റുന്നുണ്ട്. നല്ല രീതിക്ക് ലെങ്ത്തുള്ള വെഹിക്കിളാണ്. അതുപോലെ തന്നെ നല്ല രീതിക്ക് ലോവറിലൊരു വെഹിക്കിളാണ്. എയർ സസ്പെൻഷനിലൊരു വെഹിക്കിളും കൂടെയാണ്. നമുക്ക് താഴെ ലോവർ ചെയ്ത് പോകണമെങ്കിൽ ലോവർ ചെയ്ത് പോവുക, കുറച്ച് പൊക്കറ്റൊക്കെ പോകണമെങ്കിൽ പൊക്കറ്റും പോവുക. പക്ഷേ നല്ല രീതിക്ക് കംഫർട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നല്ല ലൈറ്റ് വെയ്റ്റ് സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ഇനീഷ്യൽ പവറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ആസ്വദിക്കാൻ പറ്റിയൊരു സംഭവമാണ്. സോ നമുക്ക് Audi A6ന്റെ എന്ത് ചെയ്യാം, പ്രൈസ് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഇത് ഏകദേശം 2012 മോഡലാണ്. 2012 മോഡൽ Audi A6 ആണ്. ഏകദേശം 1,40,000 കിലോമീറ്റർ ആണ് ഈ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ വെഹിക്കിൾ റൺ ചെയ്തിരിക്കുന്നത്. 3rd ഓണർഷിപ്പിലാണ് വരുന്നത്. പിന്നെ A6 ആണ് അറിയില്ല, അത്യാവശ്യം നല്ല രീതിക്ക് പ്രീമിയം സ്റ്റാൻഡേർഡിലും അതുപോലെ തന്നെ ലോവറൊക്കെ ചെയ്ത് പോകാൻ പറ്റിയൊരു കിടിലൻ വെഹിക്കിളാണ്. പിന്നെ കാറിന്റെ ഉള്ളിൽ നമ്മൾ ഔട്ടർ പറയാൻ വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ എടുത്ത സ്ഥലത്ത് എന്ത് ചെയ്ത് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ നമ്മൾ ജസ്റ്റ് ഉള്ളിൽ നിന്ന് ഔട്ടർ പറയാണ്, വേറെ ഒന്നും വിചാരിക്കരുത്. ആസ്ക് ചെയ്യുന്ന കുറച്ച് 9,90,000, സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഫോക്കസ് മോട്ടോഴ്സിൽ ചോദിച്ചാൽ മതി. ഇത് കൊല്ലം ബ്രാഞ്ചിൽ വരുന്ന വെഹിക്കിൾ ആട്ടോ. നമ്മളെ പാണ്ടിക്കാട് നമ്മളൊന്ന് ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തല്ല, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം ബ്രാഞ്ചിലാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ പ്രീമിയം കാർസിനും നോർമൽ കാർസിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.